ഇതാണ് കരിനൊച്ചി. വളരെ ഔഷധ ഗുണമുള്ള ഒന്നാണ് കരിനൊച്ചി. ഇതിൻ്റെ ഇല, പൂവ്, തൊലി, വേര് എന്നിവയാണ് നമ്മൾ ഔഷധമായി ഉപയോഗിച്ചു വരുന്നത്. കരിനൊച്ചിയിൽ അടങ്ങിയിരിക്കുന്ന രാസഘടകങ്ങൾക്ക് ക്യാൻസർ, വൈറസ്, ബാക്ടീരിയ, ഫംഗസ് രോഗങ്ങൾ എന്നിവയ്ക്കെതിരെ പ്രവർത്തിക്കാനാകും. കരിനൊച്ചി, വെള്ളനൊച്ചി എന്നീ 2 തരത്തിലാണ് കാണപ്പെടുന്നത്. ഔഷധമായും കീടനാശിനിയായും തിളപ്പിച്ച വെള്ളം വയറുകോപവും അതുമൂലമുണ്ടാകുന്ന വയറുവേദനയും കുറയ്ക്കും. ചൂടാക്കിയ ഇലകൾ ഉളുക്കിയ ഭാഗത്ത് വെക്കുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കും. ആസ്മയുടെ പ്രതിവിധിക്കായിട്ട് കരിനൊച്ചി ഇല ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇലകൾ വെള്ളത്തിൽ അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് ചിലതരം തലവേദനയ്ക്ക് മരുന്നായി ഉപയോഗിക്കാറുണ്ട്. കരിനൊച്ചി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിൽ കുളിക്കുന്നത് ശരീരവേദന ശമിപ്പിക്കും. ഇതിൻ്റെ ഇല കിഴികെട്ടി ചൂട് പിടിക്കുന്നത് സന്ധിവേദനയ്ക്കും ആശ്വാസം നൽകും. ഉണങ്ങിയ ഇലകൾ ഒപ്പം സൂക്ഷിക്കുന്നത് ധാന്യങ്ങളിലെ കീടനിയന്ത്രണത്തിന് സഹായകരമാണ്. ഇവയ്ക്കെല്ലാം പുറമെ കീടനാശിനിയായും ഈ ഇല ഉപയോഗിക്കാവുന്നതാണ്. ജലദോഷം, പനി എന്നിവ മാറാനായിട്ട് ഇതിൻ്റെ ഇലയും പൂവും ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ട് ആവി പിടിക്കുന്നത് നല്ലത്. ഇലകൾ 15 മിനിറ്റ് തിളപ്പിച്ച് ദിവസം 3 തവണ കുടിക്കുന്നതും നല്ലതാണ്. വ്രണങ്ങൾ, മുറിവ് എന്നിവ ഉണ്ടാകുമ്പോൾ ഇതിൻ്റെ ഇലകൾ നന്നായി തിളപ്പിച്ച് ചെറുതായി കഴുകിയതിനു ശേഷം നന്നായി കഴുകി എടുക്കുന്നത് പെട്ടെന്ന് മുറിവുകൾ ഉണങ്ങാനായിട്ട് സഹായിക്കും. വായിലെ അൾസർ മാറാനായിട്ട് കരിനൊച്ചി തിളപ്പിച്ച് കവിളിൽ കൊണ്ടാൽ വേദനയ്ക്ക് നല്ല രീതിയിൽ ആശ്വാസം ലഭിക്കുകയും മുറിവ് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യുന്നതാണ്. തലയിൽ പുരട്ടാൻ എണ്ണ കാച്ചുന്ന സമയത്ത് മറ്റ് ഔഷധങ്ങൾക്കൊപ്പം നൊച്ചിയുടെ 2 ഇലകൾ കൂടി ഇട്ട് കഴിഞ്ഞാൽ നീരിറക്കം വരില്ല എന്നാണ് പറയാറുള്ളത്. എന്നിവ പോലുള്ള ചെറുപ്രാണികളുടെ ശല്യം ഒഴിവാക്കാനായിട്ട് ഇവയുടെ ഇലകൾ കത്തിച്ച് പുകച്ചാൽ നല്ല രീതിയിൽ ഈ പ്രാണികളെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. കുറച്ച് പടർന്നു വളരുന്ന ചെടിയാണെങ്കിലും ചെടിച്ചട്ടിയിലും വളർത്താവുന്നതാണ്. പനിയും ശരീരം വേദനയൊക്കെ വരുമ്പോൾ ഇതിൻ്റെ ഇല കഷായം വെച്ച് കുടിക്കുന്നത് നല്ലതാണ്.